ഉത്തര മലബാറിൽ, പ്രത്യേകിച്ചും പഴയ കോലത്ത് നാട്ടിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആചാരമാണ് ആടിവേടൻ കെട്ടിയാടൽ. പുതുമഴ പെയ്ത മണ്ണിൽ വിത്തിട്ട് നട്ടുവളർത്തിയ വിളകൾ വളർന്ന് പൂവിട്ട് കായ്ച്ചതിന് ശേഷം വിളവെടുപ്പിന് പാകമാവുന്നതിൻ്റെ ഇടവേളയിൽ കർക്കിടകത്തിലെ കനത്ത മഴയിൽ ആദിയും വ്യാധിയുമായി വീട്ടിലിരിക്കുന്ന ഗ്രാമീണ കർഷകൻ്റെ വീടുകൾ തോറും ചെണ്ടയോ ചേങ്ങലയോ കൊട്ടിയുള്ള വേടൻ്റെ വരവ് ഉണർവ് പകരുന്നു. കർക്കിടകത്തിലെ രോഗപീഠകൾ അകറ്റാനായുള്ള ഈ വേടൻ കെട്ടിയാടൽ പ്രത്യേക സമുദായത്തിൽപ്പെടുന്നവരുടെ മാത്രം അവകാശമാണ്. കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ മേലാളർ കീഴാളർ ബന്ധം ഉറപ്പിക്കുന്ന കാലത്ത് രൂപം കൊണ്ട ഈ ആചാരം ഉത്തര മലബാറിലെ ചില വിഭാഗങ്ങളിൽ ഇന്നും ആചാരാനുഷ്ഠാനങ്ങളോടെ കൊണ്ടാടുന്നു. കർക്കിടകം 7 മുതൽ മലയ സമുദായക്കാർ കെട്ടിയാടുന്ന വേടനും 16 മുതൽ വണ്ണാൻ സമുദായക്കാർ കെട്ടിയാടുന്ന ആടിയുമാണ് ഗൃഹസന്ദർശനം നടത്തുക. ആടി വേടൻ എന്നാണ് ഈ രണ്ടിനെയും കൂട്ടി പൊതുവെ പറയുന്ന പേര്. കുട്ടികളാണ് വേടൻ തെയ്യം കെട്ടിയാടുക. ചുവന്ന പട്ടുടുത്ത് മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് തിരുമുടിയിൽ നാഗബിംബവുമായാണ് വേടൻ്റെ വേഷം. ചെണ്ടയുടെയോ ചേങ്ങലയുടെയോ താളത്തിൽ വാദ്യക്കാരൻ പാടുമ്പോൾ ആടിവേടൻ മുറ്റത്ത് മുന്നോട്ടും പിറകോട്ടും ആടുന്നു. പാണ്ഡവരുടെ വനവാസകാലത്ത് വില്ലാളി വീരനായ അർജുനനെ പരീക്ഷിക്കാനെത്തിയ പരമശിവനുമായി ബന്ധപ്പെട്ടതാണ് പാട്ടിൻ്റെ ഇതിവൃത്തം. വേടൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പടിഞ്ഞാറ്റയിൽ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പാട്ട് തുടങ്ങും. പാട്ടുപാടി പൊലിക്കുമ്പോൾ മലയൻ്റെ വേടനാണെങ്കിൽ കിണ്ണത്തിൽ കലക്കിയ കരി കൊണ്ടുള്ള കുരിശി തെക്കോട്ടും, വണ്ണാൻ്റെ വേടനാണെങ്കിൽ 100 മഞ്ഞളും ഇളക്കിയ ചുവന്ന കുരിശി വടക്കോട്ടും ഒഴിഞ്ഞു മറിക്കുന്നു. ഇതോടെ എല്ലാ ആദിയും വ്യാധിയും മാറിയെന്നാണ് വിശ്വാസം. കാഴ്ചവസ്തുക്കളായി അരി, നെല്ല്, തേങ്ങ, പച്ചക്കറികൾ, വ്യഞ്ജനങ്ങൾ എന്നിവ സമ്മാനിക്കുന്നു. ഈ കാഴ്ചവസ്തുക്കളെല്ലാം ശേഖരിച്ചതിന് ശേഷം വാദ്യക്കാരനും പാട്ടുകാരനും വേടനും അടുത്ത ഗൃഹത്തിലേക്കുള്ള തങ്ങളുടെ യാത്ര തുടരുകയാണ്. വൃത്തിയാക്കിയിട്ട്